സസ്റ്റൈനബിൾ urban mobility ലോകത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനമാണ് കേരളം. Kerala is emerging as the front runner in EV adoption rate. ലോകത്തിലെ ആദ്യത്തെ സോളാർ പവർഡ് എയർപോർട്ട്, സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന മെട്രോ റെയിൽ സിസ്റ്റം, വാട്ടർ മെട്രോ സോളാർ പവർഡ്. ഇതൊന്നും പോരാതെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് EV market. From a report by PNB Bariba, the state of Kerala is leading electric vehicle adoption in 2 and 3 wheelers. ഇതെല്ലാം കേരളത്തിന്റെ സ്വന്തം അഭിമാനങ്ങളായിരുന്നു. പക്ഷേ ഒരൊറ്റ പോളിസി ചേഞ്ചിൽ it all came crashing down. The very same system that powered this green revolution turned against it. വില്ലൻ ആരാന്നല്ലേ? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. കേരളം EVകളെ വെൽക്കം ചെയ്ത സംസ്ഥാനം മാത്രമായിരുന്നില്ല. കേരളം ശരിക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വർഷങ്ങൾ മുമ്പിലായിരുന്നു. ഇത് ഞാൻ പറയുന്ന ഡയലോഗല്ല. ടാറ്റ മോട്ടോഴ്സ് അവരുടെ EV എക്സ്ക്ലൂസീവ് ഷോറൂം ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ മൂന്നാമത്തെ ഷോറൂം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കൊച്ചിയിലാണ്. അന്ന് അതിന് ലോഞ്ചിൻ്റെ സമയത്ത് ടാറ്റ മോട്ടോഴ്സിലെ ടോപ്പ് റാങ്കിങ് ഒഫീഷ്യൽ പറഞ്ഞ ഡയലോഗാണിത്. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും 2 വർഷം മുമ്പിലാണ് EV അഡോപ്ഷൻ്റെ കാര്യത്തിൽ. Kerala EV penetration is extremely high. I always feel that Kerala leads the country by about 2 years. മറ്റൊരു സംസ്ഥാനത്തില്ലാത്ത പ്രത്യേകത കേരളത്തിനുണ്ട്. കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ 86% 100% സസ്റ്റൈനബിൾ സോഴ്സിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് കേരളത്തിലെ പവറിന്റെ 49% വരുന്നത് ഹൈഡ്രോ പവറിൽ നിന്നാണ്, ഗ്രീൻ എനർജി. രണ്ടാമത്തത് 34.7% വരുന്നത് സോളാർ പവറിൽ നിന്നാണ്. 2% വരുന്നത് വിൻഡ് എനർജിയിൽ നിന്ന്. സോ 86% ഇസ് ഫ്രം സസ്റ്റൈനബിൾ സോഴ്സസ്. വെറും 14% മാത്രമേ ഡീസലും ഗ്യാസും നാഫ്ത പോലത്തെ സോഴ്സിൽ നിന്ന് പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ പ്രശ്നം ടെക്നോളജിയോ സോഴ്സൊന്നുമല്ല, വിശ്വാസമാണ്. KSEBിയുടെ മുകളിലെ വിശ്വാസത്തിന് പുറത്താണ് ആളുകൾ അവരുടെ വീടിൻ്റെ മുകളിൽ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്തത്, EV കാറുകൾ മേടിച്ചത്. KSEB ആ വിശ്വാസത്തിനെ ഓണർ ചെയ്യും എന്ന വിശ്വാസത്തിൽ. പക്ഷേ ആ വിശ്വാസമാണ് ഇന്ന് തകർന്നു പോയത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ വിശ്വാസം എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നേരത്തെ പറഞ്ഞില്ലേ, കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോളാർ പവർ, അതായത് 34.7% സോളാർ പവറിൽ വെറും 0.2% മാത്രമേ KSEB ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള 34.5% നമ്മളാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് നിങ്ങളെയും എന്നെയും പോലത്തെ വീട്ടിൽ സോളാർ റൂഫ് ടോപ്പ് പാനൽസ് വെച്ച സാധാരണക്കാർ. ഇതിനു വേണ്ടി നമ്മൾ KSEBയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്രയാണെന്നറിയോ? 10,000 crores, 10,000 കോടിയാണ് നമ്മൾ ഹാപ്പിലി സസ്റ്റൈനബിൾ എനർജിക്ക് വേണ്ടി, റീസണബിളായ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇട്ട് സോളാർ എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. 10,000 കോടി. നേരത്തെ നെറ്റ് മീറ്ററിംഗ് സംവിധാനം ഉണ്ടായിരുന്നപ്പോൾ ആൾക്കാർക്ക് എക്സസ് പവർ ജനറേറ്റ് ചെയ്യുന്നത് തിരിച്ച് ഗ്രിഡിലേക്ക് സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആദ്യം 4 രൂപ KSEB ഓഫർ ചെയ്തിട്ട് ഒരു യൂണിറ്റ് പിന്നെ 3.26 പൈസ എന്ന റേറ്റിലേക്ക് അവർ കൊണ്ടുവന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കിട്ടുന്നത് മെച്ചെന്ന രീതിയിൽ തന്നെ നമ്മൾ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നെറ്റ് മീറ്ററിംഗിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. 1000 കിലോവാട്ട് വരെ നമുക്ക് ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലിമിറ്റ് അവർ വെട്ടിച്ചുരുക്കി ഇപ്പോൾ 3 കിലോവാട്ടിലേക്ക് കൊണ്ടുവന്നു. 3 തൊട്ട് 5 കിലോവാട്ട് വരെ നമ്മൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 30% ബാറ്ററി സ്റ്റോറേജും കൂടെ വേണമെന്നുള്ള ഒരു പുതിയ വിചിത്രമായ റൂളും കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതെല്ലാം കൺസ്യൂമർ കോൺഫിഡൻസിനാണ് എഫക്റ്റ് ചെയ്യുന്നത്. നമ്മളിനി എങ്ങനെ KSEB വിശ്വസിക്കും? ഇന്ന് ഈ റൂൾ കൊണ്ടുവന്നു, നാളെ വേറെ എന്തെങ്കിലും റൂൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? പണി കിട്ടുന്ന ആർക്കാ? നമുക്ക്. ഇനി ഇതിന് പുറമെ ഒരു ഗ്രിഡ് സപ്പോർട്ട് ചാർജും കൂടെ വേണമെന്ന് പറയുന്നത് കേട്ടു. ഇനി അതിൻ്റെ സ്റ്റേറ്റസ് എന്തായെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാങ്ങ നമ്മൾ KSEBക്ക് 3 രൂപയ്ക്ക് കൊടുത്തിട്ട് രാത്രിയാകുമ്പോൾ അവരുടെ നിന്ന് അതേ മാങ്ങ 9 രൂപയ്ക്ക് തിരിച്ചു മേടിക്കുന്ന പോലത്തെ ഒരു സംവിധാനമാണ് ഇവർ ഈ പറയുന്ന ഈ പുതിയ എക്സ്ചേഞ്ച് നെറ്റ് ബില്ലിംഗ് പ്രോഗ്രാം. ഇതൊക്കെ ശരിക്കും ഉണ്ടാക്കിയ നെഗറ്റീവ് എഫക്റ്റ് എന്താണെന്ന് അറിയൂ? കേരളത്തിൻ്റെ EV മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി അവർ ഒടിച്ചു കളഞ്ഞു. ഇനി ഒരിക്കലും കേരളത്തിൽ EV മാർക്കറ്റ് റിവൈവ് ചെയ്യാൻ പോകുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ട് പോയിരുന്ന ഈവൻ നാഷണൽ ലെവലിൽ EV സെയിൽസ് ഡ്രോപ്പ് ചെയ്തപ്പോഴും കേരളത്തിലെ EV സെയിൽസ് പിക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഇവരുടെ ഈ നയം കാരണം കൺസ്യൂമേഴ്സിന് EVസിലുള്ള അതുപോലെ അതിനേക്കാൾ ഉപരി KSEBയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ നാളെ ഇവർ ഈ പറഞ്ഞ റൂളൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് ഫാക്ടർ എന്നുള്ളത് ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറിപ്പോയി. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു 3 കിലോവാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ പാനലിൻ്റെ ഒരു മാസത്തെ ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 300 തൊട്ട് 350 യൂണിറ്റ് വരെയാണ്. ഒരു 5 കിലോവാട്ട് ആകുമ്പോൾ അത് ഏകദേശം 500 തൊട്ട് 550 കിലോവാട്ട് വരെ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പുതിയ XEV 90 പോലത്തെ അല്ലെങ്കിൽ ഹാരിയർ EV പോലത്തെ SUVകളുടെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 75 കിലോവാട്ട് അവറാണ്. അത് ഇനി ഒരു പുതിയ നോർമൽ ആകുമ്പോഴാണ് ബാറ്ററി പാക്സ് വലുതായിക്കൊണ്ടിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 75 കിലോവാട്ട് അവർ ബാറ്ററിയെ നമ്മളൊരു മാസം ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം ചാർജ് ചെയ്താൽ തന്നെ ഈ 3 കിലോവാട്ടിൻ്റെ കപ്പാസിറ്റി അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഡൊമസ്റ്റിക് കൺസംഷൻ നമ്മളിവിടെ കൂട്ടിയിട്ടില്ല. വീട്ടിലെ കൺസംഷൻ കൂട്ടാണ്ട് EV ചാർജിങ്ങിന് വേണ്ടി മാത്രം നമ്മളൊരു 3 കിലോവാട്ട് സോളാർ പാനൽ വെക്കേണ്ട അവസ്ഥയിലേക്ക് വരും. സോ ഇതൊരിക്കലും നമുക്ക് പ്രാക്ടിക്കലി വയബിൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ അല്ല.
ഇനി 5 കിലോ വാട്ടോ അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ബാറ്ററി സ്റ്റോറേജിൻ്റെ തലവേദന വേറെ. എഗൈൻ ആ ബാറ്ററി നമ്മൾ എത്ര വർഷത്തിൽ മാറേണ്ടി വരും എന്നുള്ള കാര്യത്തിലും യാതൊരു ക്ലാരിറ്റി ഇല്ല. ഈ EVകൾ എന്ന് പറയുന്നത് ഒരു പുതിയ ടെക്നോളജിയാണ്, താരതമ്യേന ഒരു പുതിയ ടെക്നോളജിയാണ്. ആദ്യം വരുന്നവരെ ഇന്നോവേറ്റേഴ്സ് എന്ന് വിളിക്കാം, അതിനുശേഷം വരുന്നവരെ ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് വിളിക്കാം, അതിനുശേഷം വരുന്നവരെ ലേറ്റ് അഡോപ്റ്റേഴ്സ് എന്ന് വിളിക്കാം, പിന്നെ ലഗാർഡ്സ് എന്ന് വിളിക്കാം. അതായത് ആദ്യം ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ സംഭവം. കേരളത്തിൽ EV എന്ന് പറഞ്ഞാൽ ഏർലി അഡോപ്റ്റർ സ്റ്റേജിൽ പോലും എത്തിയിട്ടില്ല. ഇതിന് ഒരു വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് സാധാരണ ഒരു കാറ് മേടിക്കുന്ന കാറിൽ പുതിയ ടെക്നോളജി വന്നാൽ മേടിക്കുന്ന ആൾക്കാരാരാ? പൊതുവെ എന്തൂസിയാസ്റ്റുകളാണ്. പക്ഷേ ഈ EV അഡോപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തൂസിയാസ്റ്റുകളല്ല. ഇപ്പോൾ എന്നെ പോലത്തെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള മറ്റ് എന്തൂസിയാസ്റ്റുകൾ എല്ലാവരും ഇപ്പോഴും പെട്രോൾ ഡീസൽ കാറുകളിൽ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ ആരും EV മേടിച്ചിട്ടില്ല, വളരെ ചുരുക്കം ആൾക്കാരെ മേടിച്ചിട്ടുള്ളൂ. മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രാക്ടിക്കൽ റീസൺസിനാണ്. പക്ഷേ അതേസമയം EVകൾ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്ത് സോളാർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ അടുത്ത ഓപ്ഷനായിട്ട് ഒന്നുമില്ല ഒരു EV സ്കൂട്ടർ മേടിക്കും, അല്ലെങ്കിൽ ഒരു EV കാറ് മേടിക്കും. അതായിരുന്നു അതിൻ്റെ നാച്ചുറൽ പ്രോഗ്രഷൻ. ഇതുപോലെ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള അഡോപ്ഷൻ കർവ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് സാധാരണ മൊബൈൽ ഫോണിൽ ടെക്നോളജി ആദ്യം അഡോപ്റ്റ് ചെയ്യേണ്ടത് ചിലപ്പോൾ ടെക്നോളജിയുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ. പക്ഷേ കേരളത്തിൽ വിപരീതമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 90s മൊബൈൽ ഫോണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ബിസിനസ്സുകാരുടെ ഒപ്പം ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത ഒരു കാറ്റഗറി ആൾക്കാർ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് അതിന് ക്ലിയർ ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഉണ്ടായിരുന്നു. അതായത് അവർ കടലിൽ പോകുമ്പോൾ അവിടെ നല്ല ക്യാച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഹാർബറിലേക്ക് ഈ മൊബൈൽ ഫോൺ വെച്ച് വിളിച്ചു പറയാം. അങ്ങനെ അവർക്ക് കുറച്ച് ബെറ്റർ പ്രൈസ് കിട്ടുകയും ചെയ്തിരുന്നു. അങ്ങനെ മൊബൈൽ ഫോണിൻ്റെ ഏർലി അഡോപ്റ്റേഴ്സിൽ പ്രൗഡായിട്ടുള്ള ഒരു കോൺട്രിബ്യൂട്ടേഴ്സാണ് നമ്മുടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. സോ ഓരോരുത്തർക്കും യൂട്ടിലിറ്റിയാണ് പ്രധാനം, അല്ലാണ്ട് ടെക്നോളജി അല്ല. ഇതുപോലെ തന്നെയാണ് EV കൺസ്യൂമേഴ്സും. പക്ഷേ ആ EV കൺസ്യൂമേഴ്സിൻ്റെ മുതുകത്തിട്ടാണ് ഇപ്പോൾ KCB അടിച്ചേക്കുന്നത്. ഇത് ചെയ്ത് ഒട്ടും ശരിയായില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതിൽ ഏറ്റവും വലിയ ട്രാജഡി എന്താണെന്നറിയോ? നമ്മുടെ കേരളത്തിന് ആവശ്യമുള്ള 70% ഇലക്ട്രിസിറ്റി നമ്മൾ പുറത്തുനിന്നാണ് മേടിക്കുന്നത്. ശരിയാണ്, നമുക്കിവിടെ ലിമിറ്റഡ് പ്രൊഡക്ഷനേ ഉള്ളൂ, നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നില്ല. പക്ഷേ കേരള ഇസ് സിറ്റിംഗ് ഓൺ അൺടാപ്ഡ് ഗോൾഡ്. കാരണം ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് വിൻഡിയസ്റ്റ് ആയിട്ടുള്ള സ്ഥലം കേരളത്തിലാണ്. നമ്മുടെ ഇടുക്കിയിലുള്ള രാമക്കൽമേട്. അവിടുത്തെ ഇൻസ്റ്റാൾഡ് വിൻഡ് കപ്പാസിറ്റി എത്രയാണ്? അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. തുച്ഛമായ ഇൻസ്റ്റാൾ കപ്പാസിറ്റി മാത്രമേ രാമക്കൽമേടിലുള്ളൂ. എന്ത് ഇക്കോളജിക്കൽ റീസൺ പറഞ്ഞാലും വളരെ റെസ്പോൺസിബിളി ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ഈ വിൻഡ് എനർജി. ഒരു സിമ്പിൾ കമ്പാരിസൺ പറയാം. ലോകത്തിലെ 3ാമത്തെ വലിയ ഓൺഷോർ വിൻഡ് ഫാം ഉള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യ തന്നെയാണ്. കന്യാകുമാരിയിലുള്ള മുപ്പന്തൽ വിൻഡ് ഫാം 1500 മെഗാവാട്ടാണ് അവിടുത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളത്. സോ വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അത് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യാം. ഇനി ഗുജറാത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് വരുന്നത് ഗുജറാത്തിലാണ്. 538 സ്ക്വയർ കിലോമീറ്ററിലാണ് ഗുജറാത്തിലെ ഖാവ്ഡ പ്ലാന്റ് വരുന്നത്. കൊണ്ടുവരുന്ന പിന്നെ ആരാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ ഡിയർ ഫ്രണ്ട് അദാനിജി. ഈ പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞാൽ പാരീസിന് 5 ഇരട്ടി ഉണ്ടാവും. ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കൊണ്ട് കംപ്ലീറ്റ് സ്വിറ്റ്സർലൻഡിനെയും പവർ ചെയ്യാം. അതാണ് അതിൻ്റെ സ്കെയില്. സോ ഇതുപോലത്തെ പ്രോജക്ട്സ് ഒന്നും ഇവിടെ വരുന്നത് പറയുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണ കൺസ്യൂമേഴ്സിനെ നിങ്ങളിങ്ങനെ ചതിക്കരുത്. ഇത് മാത്രമേ എനിക്ക് KCB പറയാനുള്ളൂ. നിങ്ങൾ ഓൾറെഡി കേരളത്തിലെ EV മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി തല്ലിക്കൊന്നു. ഇനി ബാക്കിയുള്ള സോളാർ കൺസ്യൂമേഴ്സിനെയും കൂടെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ?